നമസ്കാരം, ഞാൻ ജോഷിൻ. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ 15 വർഷത്തോളമായി വർക്ക് ചെയ്ത് പോരുന്ന ഒരാളാണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ സൂപ്പർ സ്റ്റാർ എന്ന റീസെന്റ് സ്റ്റാർ ഹെൽത്തിന്റെ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാർ പ്രോഡക്റ്റിന്റെ അഡീഷണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. സൂപ്പർ സ്റ്റാർ ബോണസ് എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ബോണസ് ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 100% ഓഫ് അഡീഷണൽ സം അഷ്യൂർഡ് ആഫ്റ്റർ ഈച്ച് റിന്യൂവൽ. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. നമുക്ക് ക്ലെയിം വന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ നമുക്ക് 100% സം അഷ്യൂർഡ് നമുക്ക് ഓരോ വർഷവും റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് കിട്ടും, വിത്തൗട്ട് എനി മാക്സിമം ലിമിറ്റ് എന്നാണ് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. അതായത് നോട്ട് അവൈലബിൾ ഫോർ അൺലിമിറ്റഡ് സം അഷ്യൂർഡ്. അൺലിമിറ്റഡ് സം അഷ്യൂർഡ് അല്ലാത്ത എല്ലാ ഓപ്ഷനിലും, അതായത് 10 lakh ആകാം, 15 lakh ആകാം, അതുപോലെ 1 crore ആകാം. അപ്പൊ എത്ര സം അഷ്യൂർഡ് ആണോ അതിൻ്റെ അകത്തൊരു ഗ്യാരണ്ടീഡ് ബോണസ് എന്നുള്ള സാധനം ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 100% സം അഷ്യൂർഡ് ആഫ്റ്റർ ഈച്ച് റിന്യൂവൽ ആണ്. ഓരോ ക്ലെയിം ഇല്ലാത്ത വർഷവും ഇതിങ്ങനെ ഇറസ്പെക്റ്റീവ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും, ക്ലെയിമിനെ കൂടാതെ ബാധിക്കാതെ തന്നെ. അപ്പൊ അത് ഒരു അഡീഷണൽ ഫീച്ചറാണ്. പിന്നെ ഈ ഇന്റർനാഷണൽ സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഫോർ ആൻ ഇന്റർനാഷണൽ പാനൽ. അതായത് വിദേശത്തുള്ള ആൾക്കാരോട് നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. വൺസ് പെർ പോളിസി ഇയർ എന്നുള്ളൊരു കാര്യം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു മെഡിക്കൽ റെക്കോർഡ്സ് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്റർനാഷണലി നമുക്ക് നമ്മുടെ അസുഖത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊക്കെ അഡീഷണൽ കവറേജ് ആണ്. പിന്നെ ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് കവർ അപ് ടു 5 lakh കവറേജ് ഫോർ റെന്റൽ പർച്ചേസ് ഓഫ് നെസസറി മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന കാര്യം പറഞ്ഞേക്കണം. അതായത് നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ്, വീൽ ചെയർസ്, അതുപോലത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് ഒരു ലൈഫ് ടൈമിൽ വൺസ്, അതായത് ഈ പോളിസി കാലയളവിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് മാക്സിമം 5 lakh വരെ നമുക്ക് ഈ ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും പോളിസി കാലയളവിൽ. അതായത് എത്ര വർഷമാണ് പോളിസി കാലയളവ്, നമ്മൾ ലൈഫ് ടൈം റിന്യൂവൽ ആയാലും ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പാഷനേറ്റ് വിസിറ്റ് up to 10,000 for immediate family travel in case of life-threatening emergency away from home, provided if the hospitalization claim is admissible under the policy. ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് 10,000 വരെ മാക്സിമം നമുക്ക് ട്രാവൽ അലവൻസ് എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കിട്ടും. പിന്നെ ഇനി ഓപ്ഷണൽ കവറേജ് ആണ് വരുന്നത്. ഇത് നമുക്ക് അഡീഷണൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കേണ്ട ആവശ്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഓപ്ഷൻ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻ കവറേജ് ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പ്രീമിയത്തിൽ ഇൻക്രീസ് ഉണ്ടാകും. നമുക്ക് ആവശ്യമുള്ള കവറേജ് മാത്രം എടുത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ പ്രീമിയത്തിൽ നമുക്ക് വലിയ രീതിയിൽ കുറവ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കവറേജ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് ഒരു 6-7 ഓപ്ഷൻ കവറുകളാണ് സൂപ്പർ സ്റ്റാർ പോളിസിയിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ലിമിറ്റ്ലെസ് കെയർ എന്നൊരു ഓപ്ഷനാണ്. 1 unlimited claim coverage in a lifetime only if I chosen during the first 3 years. നോട്ട് അവൈലബിൾ ഫോർ അൺലിമിറ്റഡ് സം അഷ്യൂർഡ്. അൺലിമിറ്റഡ് ആണ് നമ്മൾ സം അഷ്യൂർഡ് ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ ലിമിറ്റ്ലെസ് കെയർ വരുന്നത് അൺലിമിറ്റഡ് ക്ലെയിം കവറേജ് ആണ് ലൈഫ് ടൈമിൽ. അതായത് നമുക്ക് പോളിസി എടുത്തു, അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു തവണ ഈ ഒരു ആഡ് ഓൺ കവർ എടുത്തു കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് ലൈഫ് ടൈം അൺലിമിറ്റഡ് കവറേജ് കിട്ടും. അതായത് ആദ്യത്തെ 3 വർഷം നമ്മൾ പോളിസി എടുത്ത് ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കവറേജ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മളൊരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തതെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഒരു ആഡ് ഓൺ കവർ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റ്ലെസ് കെയർ കിട്ടും. അപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിന്റെ കവറേജ് എടുത്തു, നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽനെസ് വന്നു, നമുക്കൊരു 50 ലക്ഷത്തിന്റെ സർജറി ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ലൈഫ് ടൈം നമുക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ചെറിയൊരു പ്രീമിയം കൊടുത്തിട്ട്. അപ്പൊ നല്ലൊരു ഓപ്ഷൻ ആണ് അത്. അതായത് ഫ്യൂച്ചർ ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ കവറേജ് കൂടി വരുന്നുണ്ട്. കണ്ടിന്യൂറ്റി ബെനിഫിറ്റ് ഫോർ ഓൾ വെയിറ്റിംഗ് ഫിറ്റ് ഫോർ എ ന്യൂലി ആഡഡ് സ്പൗസ്. കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഇതിന് പ്രധാനമായിട്ടും വരുന്നത് നമുക്കൊരു സ്പൗസിനെ നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യണം. അപ്പൊ നോർമലി സ്പൗസിനെ ആഡ് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ബാധകമായിട്ട് വരും. പക്ഷെ ഈ ഒരു കവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്പൗസ് മസ്റ്റ് ബി ആഡഡ് വിത്തിൻ 120 ഡേയ്സ് ഓഫ് മാരേജ്. ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പോളിസിയിൽ ആഡ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ബാധകമായിട്ട് വരുന്നില്ല. അതായത് 35 വയസ്സ് വരെയുള്ള കാലയളവാണ് നമുക്ക് സ്പൗസിൻ്റെ അത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എൻട്രി ഏജ് സ്പൗസിന്റെ പറയുന്നത് 35 ഇയേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ PED വലിയ കാര്യങ്ങൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ള എല്ലാ കാര്യങ്ങളും കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി പറ്റും ഈ ഒരു ഓപ്ഷണൽ കവർ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കുന്നവർക്കൊക്കെ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് മെറ്റേണിറ്റി എക്സ്പെൻസ് ആണ്.
ഈ മെറ്റേണിറ്റി എക്സ്പെൻസ് നമുക്ക് ആവശ്യമുള്ളവർ മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എടുക്കുമ്പോൾ ആ ഒരു പ്രീമിയത്തിൽ വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ബാക്കി വെയിറ്റിംഗ് പീരീഡ് ഒക്കെ നോർമലാണ്. ഡെലിവറി എക്സ്പെൻസ് നമ്മൾ കവർ ചെയ്യുന്നത് 24 മന്ത് വെയിറ്റിംഗ് പീരീഡിന് ശേഷമാണ്. പ്ലസ് ന്യൂ ബോൺ ബേബി കവറിൻ്റെ അത് കവറേജ് കിട്ടും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം സെലക്ട് ചെയ്താൽ മതി. അടുത്ത് വരുന്നത് ക്വിക്ക് ഷീൽഡ് എന്നൊരു ഓപ്ഷനാണ്. അതായത് വേവ്സ് ഓഫ് PD വെയിറ്റിംഗ് പീരീഡ് ഫോർ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ഹാസ്മ, ഹൈപ്പർ ലിപ് ഡെമിയ ആൻഡ് സെർട്ടൻ കൊറോണറി ആർട്ടറി ഡിസീസസ്. അതായത് കവറേജ് 31st ഡേ, ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് കഴിയുന്ന ആ മൊമെന്റ് തൊട്ട് നമുക്ക് ഇൻഡിവിജ്വൽ പോളിസിയിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലോട്ടർ പോളിസിയിലായാലും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വിക്ക് ഷീൽഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്താൽ മതി. ഓപ്ഷണൽ കവർ ആണ്, അഡീഷണൽ പേയ്മെന്റ് കൊടുത്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അവൈലബിൾ ഓൺലി ഫോർ ഇൻഡിവിജ്വൽ ഏജ്ഡ് അപ് ടു 65 ഇയേഴ്സ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 65 വയസ്സിന് മുമ്പുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കണം ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എല്ലാവർക്കും എടുക്കാം. ഈ ബാക്കി നോർമലായിട്ട് ഫ്ലോട്ടർ ആയിട്ട് എടുക്കുന്ന പോളിസി ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന പോളിസി ആണെങ്കിലും PD നമുക്ക് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, സെർട്ടൻ കൊറോണറി ആർട്ടറി ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് PD കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ അടുത്ത വരുന്ന ഓപ്ഷണൽ കവർ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആണ്. അപ് ടു 1% ഓഫ് സം ഇൻഷുർഡ് അല്ലെങ്കിൽ 25,000. ഏതാണോ കുറവ് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആപ്ലിക്കബിൾ ആകും. അപ്പോൾ ഒരു പോളിസി ഇയറിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. വാക്സിനേഷൻ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം ഈ ചൂസൺ വിത്തിൻ 3 ഇയേഴ്സ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് പോളിസി എടുത്ത് 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഓപ്ഷൻ കവർ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ് ബേസിലാണ് നമുക്കിത് കവറേജ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ കൺസ്യൂമബിൾ കവറാണ്. അതായത് ഇതും ഇതിൻ്റെ അകത്തൊരു ഓപ്ഷണൽ കവറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രീമിയത്തിൽ വലിയ രീതിയിൽ ഡിസ്കൗണ്ട് കുറക്കാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ സൂപ്പർ സ്റ്റാർ എന്ന പ്രോഡക്റ്റിൽ സ്റ്റാർ ഹെൽത്ത് കൊണ്ടുവന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 68 നോൺ പേയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പം 68 നോൺ പേയബിൾ ഐറ്റംസ് വിൽ ബി കവേർഡ് വിത്തിൻ കൺസ്യൂമബിൾ പ്രോഡക്റ്റ് ഓപ്ഷൻസ്. അപ്പോൾ 68 ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കവറേജ് കിട്ടും. അപ്പം അവസാനം ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ നോൺ മെഡിക്കൽ ഐറ്റംസിന്റെ കട്ടിങ് വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കൺസ്യൂമർ കവർ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് 68 ഐറ്റംസ് ഇതിനകത്ത് കവർ ചെയ്ത് കിട്ടും. അപ്പം ഈ 68 ഐറ്റംസ് ഏതാണെന്ന് അറിയണമെന്നാണെങ്കിൽ നമ്മൾ www.starhealth.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഏതൊക്കെയാണ് ഈ 68 ഐറ്റംസ് എന്ന് കവറേജ് ചെയ്ത് കിട്ടും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം കൂടി പറയാൻ വേണ്ടി പോയ സമയം തികയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ വരുന്നത് റൂം റെന്റ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ 2 മോഡിഫൈ റൂം റെന്റ് എലിജിബിലിറ്റി ഫ്രം എനി റൂം ടു സിംഗിൾ പ്രൈവറ്റ് AC റൂം അല്ലെങ്കിൽ ഷെയർഡ് റൂം, ജനറൽ വാർഡ്, ഇതിലേക്കൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൂപ്പർ സ്റ്റാർ പ്രോഡക്റ്റിന്റെ ഒരു ഓൾ ഇൻ വൺ പാക്കേജ് എന്ന് പറയാവുന്നത്. പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഇതെല്ലാമാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാർ നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ്. റീസെന്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് പുതിയതായിട്ടും അല്ലെങ്കിൽ നിലവിലുള്ള ഓപ്ഷൻസിൽ ഒരുപാട് അപ്ഗ്രഡേഷൻ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാർ ഹെൽത്തിന്റെ പുതിയ പ്രോഡക്റ്റ് ആണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കവറൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രീമിയത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു പോളിസിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ പോളിസി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്തിന്റെ തന്നെയും വിവിധ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്